everyone, welcome back to my YouTube channel. ഞാൻ അൽഫോൻസ സെബാസ്റ്റ്യൻ 4 years of BSc നഴ്സിംഗ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു നഴ്സാണ്. കറന്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നു. സോ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എത്രയൊക്കെ തലകുത്തി മറിഞ്ഞ് പഠിച്ചിട്ടും എക്സാം പാസ്സാവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ട്രിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാം പാസ്സാവാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഞാൻ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്? ടീച്ചേഴ്സ് ഇരുന്ന ലെക്ചർ നോട്ട്സ് നോക്കിയിട്ട്, PDF നോക്കിയിട്ട്, അത് യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്? അതാണോ പഠിക്കുന്നത്? ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുവാണോ, അതോ അവർ തന്ന അതേ നോട്ട്സ് എല്ലാം കൂടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത്? അപ്പോൾ ഓരോ ആൾക്കാരും പല രീതിയിലായിരിക്കുമല്ലേ പഠിക്കുന്നത്. സോ നിങ്ങൾ എങ്ങനെ വേണേൽ പഠിച്ചോ, ഇനി പഠിക്കുമ്പോൾ ഈ ട്രിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾ പാസ്സാകും എന്നുള്ള കാര്യം 100% ഷുവറാണ്. ഒന്ന് പരീക്ഷിച്ചിട്ട് അടുത്ത എക്സാമിന്റെ റിസൾട്ട് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. സോ ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം പശു പുല്ല് തിന്നുന്ന പോലെ കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ ഉള്ളിലേക്കാക്കിയാൽ നമ്മുടെ ബ്രെയിൻ വേണ്ടി ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇപ്പൊ നമ്മുടെ ബ്രെയിന് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കറക്റ്റ് ടൈമിൽ നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് നോക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 2016 സ്കീം ആയിരിക്കുമല്ലോ ഫോളോ ചെയ്യുന്നത്. ആ 2016 സ്കീം തൊട്ടുള്ള സ്റ്റാർട്ടിങ് തൊട്ട് ഒരു 10-15 വർഷത്തെ ഇപ്പോഴത്തെ ഈ ഒരു 10 വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തറവായിട്ട് ചെക്ക് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ സിലബസിലോ അത് നിങ്ങൾ പഠിക്കുന്ന ബുക്സിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇതെല്ലാം കൊണ്ട് എക്സാമിന്റെ തലേന്ന് ചെയ്യാന്ന് വിചാരിക്കരുത്. എത്ര മടിയനുള്ളവരാണേലും പഠിക്കാനായിരിക്കില്ലേ നമുക്ക് പഠിക്കും. ഇതുപോലത്തെ ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് മുന്നേ ചെയ്തു വെക്കാലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തറവായിട്ട് എല്ലാ വർഷത്തെയും തറവായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ വേറെ വല്ല നോട്ട്സിലും എഴുതി വെക്കാം. ഇനി അതിനും മടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ട്ബുക്സിൽ സിലബസിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് മാർക്ക് ചെയ്ത് വെക്കാം. കറക്റ്റ് എക്സാം ടൈമിൽ നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്ന പോലെ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെക്കാം. ഒന്നാമത് വേണ്ട മെയിൻ സാധനമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പാസ് ആവാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസാണ്. പുതിയ ക്വസ്റ്റ്യൻസ് വരികയല്ലേ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് വരും. പക്ഷേ നിങ്ങൾക്ക് പാസ്സാകാനാണ് നമ്മുടെ ലക്ഷ്യം. അതിനെന്താണേലും ഈ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഷോർട്ട് കട്ട്സ് ഉണ്ടാക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇതെന്നൊക്കെ പറഞ്ഞ, ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഹെഡിങ്സിനെയും കീഴിൽ ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് പഠിക്കാൻ കിടക്കുന്നതെന്ന് വെച്ചാൽ 10-25 പോയിന്റ്സ് ഒക്കെയാണ്. ഇതൊക്കെ നിങ്ങൾ ക്വാളിറ്റീസ് ഓഫ് എ നഴ്സ്, ക്വാളിറ്റീസ് ഓഫ് അത്, ക്വാളിറ്റീസ് ഓഫ് എഡ്യൂക്കേഷൻ, ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കിടക്കുന്നത് കണ്ടാൽ ഇതെല്ലാ പോയിന്റ്സും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല. സോ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനും അങ്ങോട്ട് കോഡ് ഉണ്ടാക്കും. നമ്മുടെ ഫ്രണ്ട്സിന്റെ പേരോ നമ്മുടെ ആരുടെയും ഒക്കെ പേര് വെച്ചിട്ട് ഒരു കോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ക്വാളിറ്റീസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ആ കോഡാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. കോഡ് മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ ആ കോഡും പഠിച്ചു വെക്കുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നേഴ്സ് എന്ന വേർഡ് വെച്ചിട്ട് നമുക്ക് അതിന് കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാൻ തന്നിട്ടുള്ളതെങ്കിൽ എന്നാ നർച്ചറിങ്, യു അണ്ടർസ്റ്റാൻഡിങ്, ആർ റിലയബിൾ, എ സെൽഫ്ലെസ്, ഈ എൻകറേജിങ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച സാധനമൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾക്ക് കോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് തന്നതാ. ഇപ്പൊ ഇതുപോലെ പക്ക നേഴ്സ് തന്നെ വേണമെന്ന് ഇല്ല. ക്വാളിറ്റീസ് ഓഫ് എ നേഴ്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറഞ്ഞിട്ടൊരു കോഡൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾക്ക് പഠിക്കാൻ യൂസ്ഫുൾ ആവുന്ന തോന്നുന്ന ഏത് കോഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്രണ്ട്സിന്റെ പേരോ കുറച്ച് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 10-25 പോയിന്റ്സ് ഒരു കോഡാക്കി മാറ്റുന്നതെന്ന് വെച്ചാൽ ആ 25 പോയിന്റ് നിങ്ങൾക്ക് പക്ക പറയാൻ പറ്റും. അതിൽ ഒരു പോയിന്റ് പോലും വിടാതെ പക്ക നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ് എല്ലാ സാധനത്തിനും കോഡ് ഉണ്ടാക്കി കോഡ് പഠിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ എഫേർട്ട് ഇട്ട് ഇത് തത്തമ്മപ്പെടുത്തും പഠിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. സോ ഈ കോഡ് ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് 100% ഷുവർ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട വേർഡ്സിന്റെ എല്ലാം ആദ്യത്തെ ലെറ്റേഴ്സ് എടുക്കുക, അത് വെച്ചൊരു കോഡ് ഉണ്ടാക്കുക, പിന്നെ അത് വെച്ച് നമ്മൾ പഠിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. മൂന്നാമത്തെ കാര്യം ഷോർട്ട് നോട്ട്.
ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ തലേന്ന് പോയി ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ നിന്നാൽ നമുക്ക് പഠിത്തം നടക്കൂല, അത് അങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്, കോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതണം. ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന് മാത്രമായിട്ടായാലും നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എക്സാമിന് ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ പഠിച്ചിടത്തോളം സാധനങ്ങൾ മുഴുവൻ അങ്ങോട്ട് നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടണമെന്നില്ല. അതിന് പകരം നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി അതിൽ കീ പോയിന്റ്സ് എല്ലാം എഴുതി വെക്കുവാണെങ്കിൽ നമ്മൾ അത് എന്താണെങ്കിലും ഈ ഒരു ചെറിയ ടൈം പീരീഡിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ മറക്കാണ്ട് ചെയ്യേണ്ട വേറൊരു സാധനം ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. റിവൈസ് ചെയ്യാനാണെങ്കിലും ഒക്കെ എളുപ്പം എന്താ, ഈ ഷോർട്ട് നോട്ട് ആയിരിക്കും. അല്ലാതെ ഫുൾ നോട്ട്സ് ഈ തലേന്ന് പോയി റിവൈസ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പൊ ഷോർട്ട് നോട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ 4ാമത്തെ കാര്യം, ചിലവരെ കണ്ടിട്ടുണ്ട് 24 മണിക്കൂർ ഇരുന്ന് പഠിക്കും, ഇങ്ങനെ വളവളാന്ന് പഠിച്ച് ഫുള്ള് പഠിച്ചങ്ങ് വിടും. ഈ പഠിച്ച കാര്യങ്ങൾ ഈ തലയിലുണ്ടോ എന്ന് നമുക്കറിയോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പക്കയായിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? അത് റിവൈസ് ചെയ്യണം. കണ്ടിന്യൂസ് റിവിഷൻ വേണം. പഠിച്ചിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കോഡുകൾ, ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പക്കയായിരിക്കണം. മുഴുവൻ തീർക്കാൻ പറ്റിയില്ലെങ്കിലും തീർത്തത് സെറ്റ് ആയിരിക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ സിലബസ്. ഈ സിലബസ് ഫുള്ള് കവർ ചെയ്യുന്നത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പഠിച്ച് പാസ്സാവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല. ഡിസ്റ്റിങ്ഷൻസും അതുപോലെ റാങ്കും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന പിള്ളേരോട് ഫുൾ സിലബസ് നിങ്ങൾ കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. അത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും അറ്റൻഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമ്മുടെ തലയ്ക്കകത്തുണ്ടെന്നുള്ള കാര്യത്തിൽ ഒന്നുമില്ല. എക്സാമിന് തന്നെ മനസ്സിലാവണം ഈ കൊച്ചിന് ഇത് അറിയാന്നുള്ളത്. നമ്മൾ എഴുതുന്നത് ഫുൾ എസ്സേസ് ആണെങ്കിൽ ഈ എഴുതിയത് ഫുൾ ഇരുന്ന് വായിക്കാൻ നിങ്ങൾക്കാണെങ്കിൽ തോന്നുമോ? അവർക്കും അതുപോലെ തോന്നത്തില്ല. അവർ തോന്നിയൊരു മാർക്ക് വിട്ട് വിടും. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം ഡയഗ്രാംസിലുള്ള പാദസൂര്യനോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സോ കുറെ പെട്ടി കഷ്ണം വരച്ചിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ മാക്സിമം അട്രാക്റ്റീവ് ആയിട്ട് അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ വല്ല ഫാക്ടേഴ്സ് ഓഫ് ഫിറ്റിംഗ് ആണെങ്കിൽ പോയിന്റ് വൈസ് പോയിന്റ് ഇട്ട് എഴുതണം. അല്ലാതെ ഈ ഒരു പാരഗ്രാഫ് ഫുള്ള് വായിച്ചിട്ട് ഇതിൽ എത്ര എണ്ണമാണ് ഉത്തരം എന്നൊന്നും നോക്കാൻ ആരും മെനക്കെടുത്തില്ല. അപ്പൊ നമ്മൾ വേണ്ടത് ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അവർക്ക് കാണുമ്പോൾ ഇത് ഒരുപാടുള്ളതുപോലെ തോന്നണം. അതുപോലെ ഇതിലെല്ലാം മെയിൻ പോയിന്റ്സ് വന്നിട്ടുണ്ടെന്ന് സിമ്പിൾ ആയിട്ട് ഒറ്റ ലുക്കിൽ തന്നെ അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വീഴുന്നത് സ്കോർസ് ആയിരിക്കും. സോ എത്ര അറിയാമെന്നില്ല, അത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഇട്ടു കൊടുക്കുന്നതിലുള്ളതിലാണ് കാര്യം. സോ അട്രാക്റ്റീവായിട്ട് നമ്മൾ എക്സാം പേപ്പർ സെറ്റ് ചെയ്യുക. എക്സാം എഴുതുന്നത് അട്രാക്റ്റീവ് ആയിട്ടായിരിക്കുക. സോ പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. ഈ ഒരു ടൈമിനുള്ളിൽ ഞാൻ പഠിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഉത്തരത്തിന് എഴുതി വെക്കുമെന്ന് വാശി പിടിച്ചാൽ അപ്പുറത്ത് കിടക്കുന്നത് അതിനേക്കാൾ മാർക്കുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ടൈം മാനേജ്മെന്റ് വെച്ചിട്ട് ഈ ടൈമിനുള്ളിൽ മെയിൻ പോയിന്റ്സ് എല്ലാം എഴുതി തീർത്തിട്ട് അത് കാണുമ്പോൾ അവർക്ക് തോന്നണം ഇത്രയും മാർക്കിനുള്ളത് ഈ കൊച്ച് എഴുതിയിട്ടുണ്ടെന്ന് കുറച്ച് സ്പേസ് ഒക്കെ വിട്ട് വൃത്തിക്ക് എഴുതി വിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ ടൈം ഡിവിഷൻ വിട്ടിട്ട് മാക്സിമം സ്പീഡിൽ എക്സാം എഴുതി തീർക്കുക. അപ്പൊ എത്ര സ്പീഡ് കുറഞ്ഞവരാണെങ്കിലും ഈ ഒരു ഇതൊക്കെ യൂസ് ചെയ്താൽ കുറച്ച് ബുദ്ധിക്ക് കളിക്കുവാണെങ്കിൽ കുറെ പദസൂര്യനൊക്കെ വരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് സ്പേസ് ഒക്കെ അങ്ങ് മാറി കിട്ടുന്നേ. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ എക്സാം ടൈം പീരീഡിനുള്ളിൽ സിമ്പിൾ ആയിട്ട് എഴുതി തീർക്കാൻ പറ്റും. സോ നിങ്ങളുടെ നഴ്സിംഗ് ഈസി ആക്കാൻ ഞാൻ കണ്ടുപിടിച്ച ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതാണ്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കോമന്റ് ബോക്സിൽ ഒന്ന് ഇതേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിച്ചോ, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.